സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി കേരള വി.സി. മോഹനൻ കുന്നുമ്മൽ. ഇടതംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും ജീവനക്കാരോട് വി.സി. വ്യാജരേഖകളാണ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ കോടതിയിൽ ഹാജരാക്കിയതെന്നും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധി യോഗത്തിൽ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. CPM അനുകൂല സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ യോഗത്തിൽ പങ്കെടുത്തില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന ഒരു വിഭാഗം ജീവനക്കാരുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാല വി.സി. മോഹനൻ കുന്നുമ്മൽ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കോൺഗ്രസ്, CPI, BJP അനുകൂല ജീവനക്കാർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ മോഹനൻ കുന്നുമ്മലിന്റെ അധിക്ഷേപ പരാമർശം. സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട കാര്യമില്ലെന്നും യോഗത്തിൽ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ഫയലുകൾ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന് നൽകണമെന്ന സിൻഡിക്കേറ്റ് നിർദ്ദേശത്തിന് എതിരെയായിരുന്നു വി.സിയുടെ പരാമർശം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും വി.സി. ജീവനക്കാരോട് പറഞ്ഞു. രജിസ്ട്രാറുടെ ഹർജിയിൽ നിർണായക നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയതിന് തൊട്ടുപിന്നാലെ ചേർന്ന യോഗത്തിലായിരുന്നു മോഹനൻ കുന്നുമ്മലിന്റെ ഈ പരാമർശം. രജിസ്ട്രാർ സസ്പെൻഷൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നും വി.സി. യോഗത്തിൽ ചോദിച്ചു. യോഗത്തിൽ CPM അനുകൂല സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ പങ്കെടുത്തില്ല. NCC, NSS ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ചേരേണ്ടിയിരുന്ന സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും റൂമിന്റെ താക്കോൽ വി.സി. വിട്ടു നൽകാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. വി.സിയുടെ പ്രതികാര നടപടികൾ കാരണം വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് തുലാസിലാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.